ഗാലക്സി ബഡ്സ്, സാംസങ് ഗാലക്സി ബഡ്സ് ലൈവ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുള്ള ഒരു ഇയർബഡ്സ് ആണ്. ബ്ലൂടൂത്ത് ഇയർഫോൺസ് ആണ്. എല്ലാവരും എയർപോർട്ടിൻ്റെ ഡിസൈൻ കോപ്പി അടിക്കുമ്പോൾ വേറിട്ട് നിൽക്കുന്ന ഒരു യുണീക്ക് ഡിസൈനുമായിട്ടാണ് സാംസങ് ബഡ്സ് ലൈവ് എത്തിച്ചത്. എന്തായാലും നമുക്ക് ബഡ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ നവാസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ക് ആൻഡ് ടെക്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഗാലക്സി വാച്ചൊക്കെ വന്ന പോലത്തെ ഒരു കുഞ്ഞു ബോക്സാണ്. മേജർ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ബോക്സിൻ്റെ പുറകിലായിട്ട് കാണാം. ബോക്സിൻ്റെ അകത്ത് ചാർജിങ് കേസിലായിട്ടാണ് ദ മോസ്റ്റ് സ്പെഷ്യൽ ബീൻ ഷേപ്ഡ് ബഡ്സ്. ഒരു ടൈപ്പ് സി കേബിൾ ചാർജിങ്ങിനായിട്ട്, എക്സ്ട്രാ ഇയർ ടിപ്സ്, യൂസർ മാനുവൽസ്, ഇത്രയാണ് ബോക്സിലെ കണ്ടൻസ് വരുന്നത്. ഇനി നമുക്ക് ബഡ്സ് കൂടുതലായിട്ട് കാണാം. കണ്ടോ, എന്തൊരു വിയേർഡ് ഡിസൈനാണ് ഇത്. കയ്യിലെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെവിയിലേക്ക് വെക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയയും കിട്ടില്ല. ഞാൻ ഇത്തിരി സമയമെടുത്തു കറക്റ്റായിട്ട് ഇതൊന്ന് പ്ലേസ് ചെയ്യാൻ. നമ്മൾ വീഡിയോയിലും ഫോട്ടോസിലൊക്കെ കണ്ടാൽ തോന്നുന്ന അത്രയും ഒരു സൈസ് ഈ ഒരു ചാർജിങ് കേസിനില്ല. ക്യൂട്ടാണ്, ചെറുതാണ്, ജീൻസിൻ്റെ ചെറിയ പോക്കറ്റിൽ വരെ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഭയങ്കര ക്ലോസിയാണ് എന്നതൊരു ഡ്രോബാക്കാണ്. ഫിംഗർ പ്രിൻറ്റ്സൊക്കെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ടൈപ്പ് സി ആണ് ചാർജിങ് പോർട്ട്. കൂടാതെ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആണ് ഈ ഒരു കേസ്. ഫ്രണ്ടിൽ കേസിൻ്റെ ബാറ്ററി ലെവൽ അറിയാനുള്ള ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതാത് ഗ്രൂവ്സിൽ ബീൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള ബഡ്സ് കാണാം. മാഗ്നറ്റിക്കലി റീറ്റെയിൻഡ് ആണ്, പെട്ടെന്ന് ഊരി വീഴില്ല. പക്ഷേ മറ്റ് ബഡ്സൊക്കെ പോലെ തന്നെ ഈസി ആയിട്ട് സീറ്റിംഗ് ആവുന്നില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ബഡ്സിൻ്റെ ബാറ്ററി ലെവലാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ്. കണക്ടിവിറ്റിക്കായിട്ട് വരുന്നത് ബ്ലൂടൂത്ത് 5.0 ആണ്. പെയറിംഗ് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. സാംസങ് ഫോൺ ആണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പെയർ ചെയ്യാനുള്ള പോപ്പപ്പ് വരും. മറ്റു ഡിവൈസുകളിൽ യൂഷ്വലി ഉള്ള ബ്ലൂടൂത്ത് പെയറിംഗ് ആണ് ചെയ്യേണ്ടത്. ഈ ഒരു ബഡ്സിൻ്റെ കൂടുതൽ സെറ്റിങ്സ് എല്ലാം നമുക്ക് ആപ്പിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആൻഡ്രോയിഡ് ഫോണുകളുള്ളവർക്ക് ഗാലക്സി വിയറബിൾ ആപ്പാണ്. ഐഫോണിലാണെങ്കിൽ ഗാലക്സി ബഡ്സ് ആപ്പാണ്. ഒരിക്കൽ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ലിഡ് ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കണക്റ്റഡ് ആവും. ബഡ്സിൻ്റെയും കേസിൻ്റെയും ബാറ്ററി ലെവലാണ് മുകളിൽ തന്നെ കാണാൻ സാധിക്കുക. മറ്റു സെറ്റിങ്സ് എല്ലാം നമുക്ക് ആപ്പിൻ്റെ താഴെ കാണാം. ഇതിൽ ഈക്വലൈസർ പക്ക വർക്കിംഗ് ആണ്. കൂടുതൽ ബാസ് വേണ്ടവർക്ക് അത് ഓപ്റ്റ് ചെയ്യാം. നോർമൽ മോഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഫൈൻഡ് മൈ ഇയർബഡ്സ് ഓപ്ഷനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇയർബഡ്സിൽ ഒരു കുഞ്ഞ് സൗണ്ട് കേൾക്കാൻ നമുക്ക് അങ്ങനെ കാണുന്നില്ലെങ്കിലോ, ബഡ്സ് കാണുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ മിസ്പ്ലേസ് ആയിട്ടുണ്ടെങ്കിലോ ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ബ്ലൂടൂത്തിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിലും ഓക്കെയാണ്. ഫിറ്റിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്നിയർ ടൈപ്പിൻ്റെയും ഫ്രീ ബഡ്സിൻ്റെയും ഇടയിലായിട്ടാണ് ഫിറ്റ് വരുന്നത്. എല്ലാവർക്കും പെർഫെക്റ്റ് ഫിറ്റ് കിട്ടണം എന്നും ഇല്ല. വലിയ ഇയർ ടിപ്സ് മാറ്റിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റ് കിട്ടി. ഇന്നിയർ ടൈപ്പ് പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീലില്ല. പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ നമുക്ക് ഇത്തിരി കേൾക്കാം. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ നോട്ട് ദാറ്റ് ഗ്രേറ്റ്, പ്രത്യേകിച്ചും നമ്മൾ ആപ്പിൾ എയർപോഡ് പ്രോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബഡ്സ് ലൈവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഷോപ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക. കാരണം എല്ലാവർക്കും ഇത് കറക്റ്റ് ഫിറ്റ് ആവണം എന്നില്ല. എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റാണ്, കംഫർട്ടബിളാണ്. എയർപോഡ് പോലെ ആ ഒരു സ്റ്റെമ്മൊന്നും തൂങ്ങിക്കിടക്കുന്നില്ല. ജസ്റ്റ് ചെവിയിലുള്ളത് തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഐ ലവ്ഡ് ഇറ്റ്. പക്ഷേ ജോഗിങ്, സൈക്ലിംഗ്, ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഒരിക്കലും ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത്തിരി റിസ്ക്കിയാണ്, ഊരി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇയർബഡ്സിൻ്റെ മുകളിലായിട്ട് ടച്ച് സെൻസർ വരുന്നുണ്ട്. കോൾസ് അറ്റൻഡ് ചെയ്യാനും ഡിസ്കാർഡ് ചെയ്യാനും, അതേപോലെ മീഡിയ പ്ലേ, പോസ്, നെക്സ്റ്റ് ഓർ പ്രീവിയസ് ട്രാക്സ്, നോയ്സ് ക്യാൻസലേഷൻ ഓൺ ഓഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിക്സ്ബി വോയിസ് അസിസ്റ്റൻറ്റ് വേക്കപ്പ് ചെയ്യാനും സാധിക്കും. ഒരു ഇയർഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്.
നമുക്കറിയാം ട്യൂൺ ബൈ AKG എന്ന് പറയുമ്പോൾ തന്നെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നല്ല ബേസാണ്, നല്ല ബ്യൂട്ടിഫുൾ സൗണ്ട്, എല്ലാ ടോൺസും തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല, ബെസ്റ്റ് ഇൻ ക്ലാസ്. ഈക്വലൈസർ വെച്ച് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മോഡ് സെലക്ട് ചെയ്യാനും സാധിക്കും. മൈക്രോഫോൺ ക്വാളിറ്റിയും തന്നെ അമേസിങ്. ഒരുപാട് കോൾസൊക്കെ ഞാൻ ചെയ്തു, ഒരാളും തന്നെ ക്ലിയർ ഇല്ലയെന്നോ നോയ്സി ആണോ എന്നൊന്നും തന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. 6 മണിക്കൂർ ബഡ്സിനും 21 മണിക്കൂർ കേസ് അടക്കമാണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ്. നമ്മൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 4-4.5 മണിക്കൂറാണ് ബഡ്സിന് ബാറ്ററി ലൈഫ് കിട്ടുന്നത്. 18 മണിക്കൂറോളം നമുക്ക് ടോട്ടൽ ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ല. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ചാർജിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂറാണ് ലിസണിങ് ടൈം കിട്ടുന്നത്. വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ചാർജിങ് ഉള്ള ഫോണുകളിലെ പുറകിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ബാറ്ററി ലൈഫ് ഈസ് വെരി ഗുഡ്. സാംസങ്ങിൻ്റെ സ്മാർട്ട് അസിസ്റ്റൻ്റായ ബിക്സ്ബി ഇൻ്റഗ്രേറ്റഡ് ആണ്. പക്ഷേ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ ഇത്തിരി കൂടെ ബെറ്റർ ആയേനെ. സ്പോട്ടിഫൈ ഇൻ്റഗ്രേറ്റഡ് ആണ് എന്നുള്ളത് ഒരുപാട് സോങ്സ് ഒക്കെ കേൾക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അതേപോലെ തന്നെ ഗെയിമേഴ്സിനുള്ള ഗെയിമിംഗ് മോഡുണ്ട്. പക്ഷേ സാംസങ് ഫോണുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഫീച്ചർ കാണിക്കുന്നത്. സ്റ്റിൽ ഗെയിംസ് കളിക്കുമ്പോഴൊന്നും നമുക്കൊരു ലാഗോ ലാറ്റൻസി ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. 15,000 രൂപയായിരുന്നു ഇതിൻ്റെ ലോഞ്ച് പ്രൈസ്. ഇപ്പോൾ പ്രൈസ് കട്ട് വന്നിട്ട് ഏകദേശം 12,000 രൂപയ്ക്ക് ഈ ഒരു ബഡ്സ് ലൈവ് അവൈലബിൾ ആണ്. സൗണ്ട് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി എല്ലാം പെർഫെക്റ്റ് ആണ്. ബാറ്ററി ലൈഫും തന്നെ അമേസിങ് ആണ്. ആൻഡ്രോയിഡ്, ഐഫോൺസ്, ലാപ്ടോപ്സ് അങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസസിൽ എല്ലാ ഫീച്ചറും യൂസ് ചെയ്യാനും പറ്റും. ഒരേ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഈ ഒരു ബഡ്സ് ലൈവിന് പറയാനുള്ളത് അതിൻ്റെ ഫിറ്റിൻ്റെ കാര്യമാണ്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. ശരിയായവർക്ക് എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.